ഞരമ്പ് രോഗികൾ മരിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയായിരുന്നു. ഒരുപോലെ തന്നെ വിമർശിച്ച സംഭവമായിരുന്നു ദീപക് എന്ന സഹോദരൻ്റെ മരണവും. അത് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച സ്ത്രീയോട് നമ്മുടെ എല്ലാവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ പഴയ സവാദിൻ്റെ ഫോട്ടോ വരെ എടുത്തുകൊണ്ട് സവാദ് ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടായി. അതാ ഞാൻ പറയും, ഞരമ്പ് രോഗികൾ മരിച്ചിട്ടില്ല. ഞരമ്പ് രോഗികൾ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ ലൈംഗിക വൈകൃതം പിടിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ വെള്ളം തേക്കാനൊന്നും നടക്കില്ലേ. കാര്യം ഇത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ്. ചില സ്ത്രീകൾ അവരുടെ വൈറലാവാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടായത്. എല്ലാവരും നമ്മൾ ഒരുപോലെ കാണരുത്. എവിടെയും ഓരോ മിനിറ്റുകളിലും എവിടെയും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇത് സംഭവിക്കുന്ന 2-3 ദിവസം മുമ്പാണ് ഒരു 60 വയസ്സടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് ബസ്സിൽ ഇതുപോലെ അനുഭവം ഉണ്ടായി. അവർ ചാടിനേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു വഷളം ചിരിയായിട്ട് മാറിയിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടത്. കൂടുതലുള്ള ആൾക്കാരൊക്കെ ഒരു ചിരിച്ചിട്ട് മാറി കാര്യമായിട്ട് അവർക്ക് തൊലി ഊരി പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പം ഇതിന് സംഭവിക്കുന്ന സംഭവമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞോളൂ, ഇങ്ങനെ നിങ്ങൾക്ക് വിഷയം ഉണ്ടായാൽ നിങ്ങൾ പതുക്കെ വീഡിയോ എടുത്ത് വയ്ക്കുക, ചാടുക, അവരുടെ അടുത്ത് കാര്യം പറയുക. എന്നിട്ട് മോശമായിട്ടാണ് ആര് സപ്പോർട്ട് ചെയ്യുന്ന നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാര്യമായ രീതിയിലുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലോഡ് ചെയ്യും, നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവും. അല്ലാതെ ഈ എടുക്കുന്ന ആൾക്കാർ എല്ലാവരും മോശക്കാരാന്ന് പറയും, അല്ലെ അത്രയും സ്ത്രീകൾ മോശമായ സ്ത്രീകളാണെന്ന് എല്ലാം വൈറലാകുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതുപോലെ ആക്രമിക്കപ്പെടുന്ന പലരും മിണ്ടാതിരിച്ച് സഹിക്കേണ്ടി വരും. അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. അതാ പറഞ്ഞത്, ഞരമ്പ് രോഗികൾ ഇപ്പോഴും ഉണ്ട്. അവരോടുള്ള എതിർപ്പുകൾ ഇപ്പോഴും സ്ത്രീകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് നിങ്ങൾ പിന്നോട്ടൊന്നും പോരുത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു കുടുംബം തകർക്കാനോ കേവലം ഒരു വൈറലാവാനുള്ള ശ്രമം മാത്രം ആവരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ ഇതുപോലെ തന്നെ ചെയ്യും.